പത്തനംതിട്ടയിൽ CPI-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ നാടുകടത്തി. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖല വൈസ് പ്രസിഡന്റ് ഇഡലി എന്ന ശരൺ ചന്ദ്രനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. CPI-ൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെയാണ് നാടുകടത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ശ്രീജിത്ത്, മലയാലപ്പുഴ മേഖല വൈസ് പ്രസിഡന്റ് ശരൺ ചന്ദ്രനെതിരെയാണല്ലോ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. തീർച്ചയായും അന്ന് CPI നേതാക്കൾ വിശദീകരിച്ചിരുന്നത് നല്ല നടപ്പൊക്കെ പാർട്ടിയിൽ വന്നാൽ ഉണ്ടാകുമെന്നായിരുന്നു. മന്ത്രി വീണ ജോർജ് ആയിരുന്നു മാലയിട്ട് സ്വീകരിച്ചത്. KP ഉദയഭാനു, അന്നത്തെ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം, മുതിർന്ന നേതാവ്, അദ്ദേഹമൊക്കെ വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ആ CPI-ന്റെ നല്ല നടപ്പൊന്നും അല്ല വേണ്ടത് എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നാടുകടത്തിയിരിക്കുന്നു. 1 വർഷത്തേക്ക് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ശരണെ നാടുകടത്താൻ വേണ്ട പേപ്പറുകളെല്ലാം തന്നെ ഒപ്പിട്ട് കോടതിയിൽ നൽകി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ CPI നേതാക്കളുടെ ഒരു വിശദീകരണം വന്നിട്ടില്ല. എന്തായാലും പ്രതി ആയ ശരൺ ചന്ദ്രനെ, കപ്പ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനെ നാട് കടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ ഘട്ടത്തിൽ CPI ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മലയാളപ്പുഴയിലെ മറ്റൊരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ CPI കരുത്തനായ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനു നേതൃത്വത്തിൽ ഏതാണ്ട് 50ഓളം വരുന്ന RSS BJP പ്രവർത്തകരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് അവർ പലരും ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലാണ്. കാപ്പ കേസ് പ്രതി അത് പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേസുകളെല്ലാം മറ്റു കേസുകളാണ്. സ്വാഭാവികമായി പാർട്ടി അതിന് മറുപടി പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ശരൺ ചന്ദ്രനെ നാട് കടത്തിയിട്ടുണ്ട്. അതിനുള്ള തീരുമാനം പോലീസ് എടുത്തിരിക്കുന്നു. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.